ഹായ് എവ്രി വൺ. സോ നമുക്കിന്നൊരു വീഡിയോ ചെയ്യാം. നമ്മളിന്ന് വീഡിയോ ചെയ്യാൻ പോകുന്നത് ടോപ്പിക് ഒരു പൈൽ 1 പൈൽ 2 ആയിട്ട് എടുക്കാം കേട്ടോ. നിങ്ങൾക്ക് പൈൽ 1 ആയിട്ടൊന്നും വെക്കുന്നില്ല. പൈൽ 1 ഒരു ഫെദറും ആൻഡ് വൈറ്റ് ഫെദറും, പൈൽ 2 ആയിട്ട് പീകോക്കിൻ്റെ ഫെദറില്ലേ, ഈ രണ്ട് ഫെദറാണ് കാണിക്കുന്നത്. അപ്പോൾ കാണിക്കാൻ മീൻസ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കിതിൽ ഏതാണ് കോൾ ചെയ്യുന്നത്, വൈറ്റ് ഫെദർ ഓർ പീകോക്ക് ഫെദറാണോ എന്ന് വെച്ചാൽ നിങ്ങൾ സെലക്ട് ചെയ്യുക. ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ട് സെലക്ട് ചെയ്യുക. സോ പൈൽ 1 വൈറ്റ് ആൻഡ് പൈൽ 2 ആണ് പീകോക്ക്. ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മിക്ക ക്വസ്റ്റ്യൻസ് റിലേഷൻഷിപ്പിനായിട്ടാണ് വരുന്നത്, DMs ഒക്കെ. സോ ഈ റിലേഷൻഷിപ്പിൽ ഇനി എന്താണ്, വാട്ട്സ് നെക്സ്റ്റ് ഇൻ മൈ റിലേഷൻഷിപ്പ്, ഷുഡ് ഐ വെയിറ്റ് ഓർ മൂവ് ഓൺ, അതാണ് ചോദ്യം കേട്ടോ. നോക്കി നോക്കാം. സോ പൈൽ 1 ചൂസ് ചെയ്തവർക്ക് വൈറ്റ് ഫെദർ, വെള്ള തൂവലാണ് കേട്ടോ. ഓക്കെ, യൂണിവേഴ്സ് സ്പിരിറ്റ്സ് ഏഞ്ചൽ വൈറ്റ് ഫെദർ ചൂസ് ചെയ്തവർക്ക് ഉള്ള മെസ്സേജസ് ആണ്. നിങ്ങളുടെ പേഴ്സൻ്റെ പേര് വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് മനസ്സിൽ കൊണ്ടുവരാം. സെക്കൻഡ്, യൂണിവേഴ്സ് സ്പിരിറ്റ്സ് ഏഞ്ചൽസ് കാണുന്ന പ്രേക്ഷകർക്ക് ഉള്ള റൈറ്റ് ആയിട്ടുള്ള മെസ്സേജസ് കൊടുക്കട്ടെ. മേ ബി അവർ വളരെ ചലഞ്ചസ് ആയിട്ടായിരിക്കും നിൽക്കുന്നുണ്ടായിരിക്കാം. സോ കാർഡ്സ് വീഴുന്നില്ല കേട്ടോ, എനർജി കുറച്ച് ഹെവി ആണെന്ന് എനിക്ക് തോന്നുന്നു. ഓൾറെഡി നമ്മൾ ഷിഫ്റ്റ് നടക്കുന്നുണ്ട്. യെസ്, ഏസ് ഓഫ് സോർട്സ് വീണിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് കാർഡ് ഈ ഒരു കാർഡ് ഫോളോ ചെയ്യുന്നുണ്ട്. എന്നാൽ കാർഡ്സ് എടുത്ത് വയ്ക്കാം. ഏസ് ഓഫ് സോർട്സ് ആണ്, ഫുൾ കാർഡാണ്, റിവേഴ്സ് ആയിട്ടല്ല വീണത്. 9 ഓഫ് സോർട്സ് ഉണ്ട്. ഓക്കെ, കുറച്ച് കാർഡ്സ് നിലത്ത് വീണിട്ടുണ്ട്. ലെറ്റ് മീ പിക്കപ്പ്. 3 കാർഡ്സ് വീണിട്ടുണ്ട്. ഫീൽ ലൈക്ക് ടേക്കിംഗ്. ഓക്കെ, പെൻറ്റക്കിൾസ്, മെജീഷ്യൻ, ഈ ഒരു കാർഡ് തിരിഞ്ഞു. 10 ഓഫ് സോർട്സ് ആണ്. ഓക്കെ, കുറച്ചുകൂടി കാർഡ്സും കൂടി എടുക്കട്ടെ കേട്ടോ. യൂണിവേഴ്സ് സ്പിരിറ്റ്സ് ഏഞ്ചൽസ്, യെസ്, 3 കാർഡ്സ് വീണിട്ടുണ്ട്. അബാൻഡൻമെൻറ്റ് കാർഡ്. ബോട്ടം നോക്കാം. ഈ ഒരു കാർഡ് കൊണ്ട് എടുക്കാം. ഓക്കെ, ഇപ്പോൾ കാർഡ്സുകളൊക്കെ ഒരു കാർഡ് മറന്ന് കൊടുക്കാം. ഓക്കെ, കിങ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. യെസ്, നിങ്ങൾക്കൊക്കെ കോൾസ് പ്രതീക്ഷിക്കാം. റീഡ് ചെയ്യുമ്പോൾ കോൾ അവിടെ വരുന്നുണ്ട്. ആൻഡ് കമ്മ്യൂണിക്കേഷൻ്റെ കാർഡ് വന്നിട്ടുണ്ട്. സൺ കാർഡ് വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് നോക്കി നോക്കാം. പൈൽ 1 ചൂസ് ചെയ്തവരുടെ റീഡിംഗ് ആണ്. ഇനി നിങ്ങൾ മൂവ് ഓൺ ആവണോ, ഇനി എന്താണ് റിലേഷൻഷിപ്പിൽ നടക്കുന്നത് എന്നാണ്. വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻസൈഡ് യുവർ റിലേഷൻ. ഒരുപാട് കാർഡ്സ് വന്നിട്ടുണ്ട്. ഏസ് ഓഫ് സോർട്സ്, ചില നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ഒരു ആക്ഷൻ എടുക്കാനായിട്ട്, പക്ഷേ അതിനുള്ള വഴികളൊന്നും വരുന്നുമില്ല. ആൻഡ് ദേ ആർ തിങ്കിങ്, ക്രൂഷ്യലായിട്ട് ദേ ആർ തിങ്കിങ് അബൌട്ട് യു. ഏസ് ഓഫ് സോർട്സ് ആണ് ആൻഡ് ഫുൾ കാർഡ് നെക്സ്റ്റ് കാർഡ് വന്നത്. സോ ഒരു ന്യൂ ബിഗിനിങ്സ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, 9 ഓഫ് സോർട്സ്. 9 ഓഫ് സോർട്സ് എന്ന് പറയുന്നത് വളരെയധികം പെയിൻഫുൾ, അല്ലെങ്കിൽ രാത്രി ഉറങ്ങാനൊക്കെ ബുദ്ധിമുട്ടായിട്ട് പോകുന്ന പേഴ്സണെയാണ് കാണുന്നത്. എങ്ങനെയൊക്കെ ഉറങ്ങാൻ നോക്കിയാലും സാധിക്കുന്നില്ല. അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരുന്നു. രാത്രി ഇങ്ങനെ സ്വപ്നങ്ങൾ കാണാം, അല്ലെങ്കിൽ പ്രോപ്പർ സ്ലീപ്പ് കിട്ടുന്നില്ല. മേ ബി നിങ്ങളുമായിട്ട് സെപ്പറേഷൻ ആയതിനു ശേഷം അവർക്ക് മനസ്സമാധാനത്തോടെ ഉറങ്ങി എണീക്കാനൊന്നും പറ്റാറില്ല. ഇങ്ങനെ കിടക്കുമ്പോൾ ഉറങ്ങുന്നു, അത്ര തന്നെ. ഡീപ്പ് സ്ലീപ്പൊന്നും അവർക്ക് കിട്ടാറില്ല. കാരണം അവർക്ക് ചിന്തകളും കുറ്റബോധങ്ങളും അല്ലെങ്കിൽ ഒരുപാട് പെയിനാണ് കാണിക്കുന്നത്. പെയിൻഫുൾ ആയിട്ടുള്ള ഡ്രീംസ്, അല്ലെങ്കിൽ ഞെട്ടി എണീക്കുക, ഡിപ്രഷൻ, ഫിയർ, ആങ്സൈറ്റി ഒക്കെ കൂടിയ എനർജിയുടെ സമ്മർദ്ദം കൂടുക, BP കൂടുന്ന സിറ്റുവേഷൻസൊക്കെ ലൈഫിൽ വന്നു പോകാറുണ്ട്. കുറച്ച് ഈഗോ ഇഷ്യൂസസ് കാണിക്കുന്നുണ്ട് അവർക്ക്. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഈഗോ ആണ് മെയിനായിട്ട് അവർക്ക് നിങ്ങളുമായിട്ടുള്ളൊരു കണക്ഷൻ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സമ്മതിക്കാതെ നിൽക്കുന്നത്. ഇറ്റ്സ് ദയർ ഈഗോ. ഓക്കെ, ആ ഈഗോ ഇങ്ങനെ പിടിച്ചു വലിക്കണം വേണ്ട. പിന്നെ നോക്കാം, ഇപ്പോൾ നമ്മളെ കരിയർ ഒന്ന് ഫോക്കസ് ചെയ്ത് സെറ്റിലായിട്ട് വേണമെങ്കിൽ നോക്കാം, അങ്ങനെയൊക്കെ പറയാം. അവരൊരു ആക്ഷൻ എടുക്കാൻ നോക്കുമ്പോൾ ഒരു എനർജി ഇവരെ പിൻവലിക്കുകയാണ്. കാരണം ആ എനർജി എന്താണ്, ഇവരുടെ ട്രോമയാണ്, അബാൻഡൻമെൻറ്റ് ഇഷ്യൂ, ഇവരുടെ എസ്കേപ്പിസം എന്നുള്ളൊരു മോഡാണ്. അവർ എസ്കേപ്സ്, അവർ ലൈഫിൽ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നേരിട്ട് സംസാരിച്ച് തീർക്കാനുള്ളത് അവർക്ക് അറിയുന്നില്ല. അവരപ്പം ബ്ലോക്ക് ചെയ്തോടും, എസ്കേപ്പ് ചെയ്തോടും. ഒരുപാട് അബാൻഡൻമെൻറ്റ് ആൻഡ് റിജക്ഷൻസ് കിട്ടിയിട്ടുള്ള ഒരു പേഴ്സൺ ആയതുകൊണ്ട് അവർ സൈലൻ്റ് ആയിട്ട് നൈസായിട്ട് അവിടുത്തെ മുങ്ങാനാണ് അവർക്ക് അറിയുള്ളൂ. അവരതാണ് ഈ ലൈഫ് ടൈം വരെ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട്
ആ ഒരു ഇഷ്യൂവിൽ അവർ വർക്ക് ചെയ്താൽ മാത്രമാണ് ഇനി നിങ്ങളുമായിട്ട് വന്നാൽ പോലും ഇപ്പോൾ നിങ്ങളുമായിട്ട് എന്തെങ്കിലും ക്ലാഷസ് വന്നു സംസാരിച്ച് തീർക്കാൻ അറിയുന്നില്ല, പകരം അവർ ഈഗോയിൽ അവരുടെ ഭാഗം ഇങ്ങനെ പറഞ്ഞ് നിൽക്കുമ്പോൾ പിന്നെയും നിങ്ങളുടെ ലൈഫിൽ സെപ്പറേഷൻസ് വരില്ല. അപ്പോൾ എപ്പോഴാണ് അവരുടെ അബാൻഡൻമെൻറ്റ് ഇഷ്യൂവിലൊക്കെ ഒന്ന് വർക്കൊക്കെ ആക്കി മാറ്റങ്ങൾ കൊണ്ടുവരുന്നത്, അപ്പോൾ മാത്രമാണ് ചേഞ്ചസ് വരുള്ളൂ എന്നാണ് കാണിക്കുന്നത്. ആൻഡ് ക്യൂൻ ഓഫ് പെൻഡക്കിൾസ് ഉണ്ട്. ഈ ക്യൂൻ ഓഫ് പെൻഡക്കിൾസ് എന്ന് പറയുന്നത് നിങ്ങളെ നോക്കുമ്പോൾ നിങ്ങൾ ഭയങ്കര അബണ്ടൻ്റ് ആണ്, അബാൻഡൻ അല്ല, വളരെ സാമ്പത്തികമായിട്ടും ഭയങ്കര ഹാപ്പി ആയിട്ടും ഭയങ്കര ചുറുചുറുക്കോടെ ഇരിക്കുന്നുണ്ട്. പറയുമ്പോൾ മേ ബി നിങ്ങൾ ഇവരത്ര ഫിനാൻഷ്യലി സ്റ്റേബിളൊന്നും ആയിട്ടുണ്ടാവില്ല, പക്ഷെ നിങ്ങൾക്ക് ഭയങ്കര സ്റ്റെബിലിറ്റി ഉള്ള പോലെ, നിങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിട്ട് പോലെ, അവരില്ലെങ്കിലും നിങ്ങൾ ഹാപ്പി ആണെന്നൊക്കെ ചിന്ത വരുമ്പോൾ അവർക്ക് ചെറിയൊരു ടെൻഷനൊക്കെ വരുന്നുണ്ട്. എന്ത് പറ്റി, അവർ അങ്ങനെ എന്നെ മിസ് ചെയ്യാൻ തുടങ്ങിയോ അല്ലെങ്കിൽ എന്നെ മറന്നു തുടങ്ങിയോ എന്നൊക്കെ ചിന്ത വരികയാണ്. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു നോക്കും, മജീഷ്യൻ കാർഡ്, പെൻഡക്കിൾസ്. അപ്പോൾ നിങ്ങളെ പഴയ കാര്യങ്ങൾ ഓർക്കുന്നു, പഴയ മെസ്സേജസ് എടുത്ത് വായിച്ചു നോക്കുന്നു. 9 ഓഫ് പെൻഡക്കിൾസ്. 9 ഓഫ് പെൻഡക്കിൾസ് എന്ന് പറയുന്നത് നിങ്ങൾ ഭയങ്കരമായിട്ട് പ്രകൃതിയുമായിട്ട് ഇണങ്ങിച്ചേർന്ന് പീസ്ഫുള്ളായിട്ട് ആട്ടവും പാട്ടൊക്കെ ആയിട്ട് ഇങ്ങനെ ഫ്രീ സ്പിരിറ്റ് ആയില്ല ഇപ്പോൾ നിങ്ങൾ. അപ്പോൾ അങ്ങനെ പോകുന്ന കാണുമ്പോൾ അവർക്ക് ചെറിയൊരു ഇതാണ്, എൻ്റെ ലൈഫിൽ ഇപ്പോൾ എല്ലാമൊക്കെ ഉണ്ട് എന്നിട്ട് എനിക്കങ്ങനെ പറ്റുന്നില്ലല്ലോ, അവൾക്ക് വളരെ പീസ്ഫുള്ളാണെന്നുള്ളൊരു കമ്പാരിസൺ വരെയാണ്. ആ ഒരു ചിന്ത അവർക്ക് ഒരുപാട് ക്ലാരിറ്റി കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അവർ നിങ്ങളെ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾ അവർ വേണ്ടി കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, മെസ്സേജ് അയക്കാൻ വേണ്ടിയിട്ടൊക്കെ അവർ ലൈക്ക് നിങ്ങളെ ഒന്ന് മാനിഫെസ്റ്റേഷൻ, ലോ ഓഫ് അട്രാക്ഷൻ്റെ ടിപ്സൊക്കെ പയറ്റി നോക്കുന്നുണ്ട്. മെയിൻ ഇഷ്യൂ എന്താണെന്ന് പറയുക അവരുടെ അബാൻഡ്മെൻറ്റ്. അവർക്ക് ചെറുതിലെ പാരൻസിൽ നിന്നൊക്കെ കിട്ടിയ റിജക്ഷൻസ് ആയിരിക്കും. ഇപ്പോൾ അവർ ഫിനാൻഷ്യലൊക്കെ സ്റ്റേബിൾ ആയിട്ടുണ്ടായിരിക്കും. ബിക്കോസ് കിങ് ഓഫ് പെൻഡക്കിൾസ്, പൈസയുടെ രാജാവ്. അവർക്ക് മെയിനായിട്ട് ഒരു മൈൻഡ്, ലോജിക്കൽ മൈൻഡാണല്ലോ കൂടി നിൽക്കുന്നത്. അപ്പോൾ ഒരുപാട് ധനമുണ്ടാക്കുക, അതാണ് ഹാപ്പിനെസ് എന്നൊക്കെയാണ് അവർ ചിന്തിക്കുന്നത്. എന്നാൽ പോലും അവർക്ക് അറിയാം അവർക്ക് റിലേഷൻഷിപ്പ് വൈസ് അവർ വീക്കാണെന്ന് അറിയാം. പക്ഷെ അതൊക്കെ അവർ ഏച്ചു വെക്കാൻ നോക്കുകയാണ്, അത് പുറത്ത് കാണിക്കാതെ അവർ എന്തൊക്കെയോ മാസ്ക് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ ഈഗോ അങ്ങോട്ട് സമ്മതിക്കുന്നില്ല. അതാണ് ഈ സൺ കാർഡ് കാണിക്കുന്നത്. ഒരു ഫ്യൂച്ചർ വരണമെന്നും ഒരു ബ്രൈറ്റ് ഫ്യൂച്ചർ വരണമെന്നൊക്കെ ഉണ്ട്. ആൻഡ് കൂടെ അവരുടെ ലൈഫിലും എന്തൊക്കെയൊക്കെയോ 10 സോഡുകളാണ് ഇങ്ങനെ കുത്തിവെച്ച് ഡെഡ് എന്തൊക്കെയോ കാര്യങ്ങൾ എൻഡ് ആവുന്നുണ്ട്. അത് ഭയങ്കര പെയിൻഫുള്ളായിട്ട് അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളുകൾക്ക് എന്തെങ്കിലും സംഭവിക്കുന്നതായിട്ടോ അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങൾ ഇവർ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇവർ മെൻ്റലി ഡൗൺ ആവുന്നുണ്ട്. ഓക്കെ, 6 ഓഫ് സോഡ്സ് കാണിക്കുന്നത് ഒരു ട്രാൻസ്ഫോർമേഷൻസ്, അല്ലെങ്കിൽ അവർ ഹോപ്പ്ലെസ്നെസ് നിന്ന് ഹോപ്പ്ഫുള്ളിലേക്ക് വരുന്നുണ്ട്. ആൻഡ് ദേ കെയിം ടു നോ ദാറ്റ് ദേ ആർ ഇൻ കൈൻഡ് ഓഫ് എ ജേർണി. എന്തൊക്കെയോ എനിക്ക് സംഭവിക്കുന്നുണ്ട്, ഞാൻ എന്തൊക്കെയോ ഒരു യാത്രയിലാണെന്നുള്ളൊരു ബോധം അവർക്ക് വരുന്നുണ്ട്. പീസ്ഫുൾ സ്റ്റേറ്റിലേക്ക്. ഇപ്പം നിങ്ങളെ നോക്കും, നിങ്ങൾ ഭയങ്കര പീസ്ഫുൾ. അപ്പോൾ അതുപോലെയൊക്കെ എനിക്ക് ആവണം. അപ്പോൾ എന്തൊക്കെയാണ് അവർ ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങളൊക്കെ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ചെയ്യുന്ന പോലെയൊക്കെ അവർ അവിടെ പയറ്റി നോക്കുന്നുണ്ട്. അതാണ് കാണുന്നത്. സോ അവർ ഇപ്പോൾ നിങ്ങളിപ്പോൾ ഈ ഒരു പേഴ്സണോട് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് പറയുകയാണെങ്കിൽ ഒരു വളരെ എനർജി ലോയിലൊക്കെ തന്നെയാണ്, ചലഞ്ചസും ഫേസ് ചെയ്യാനൊക്കെ ഉണ്ട്. അവർ അബാൻഡൻമെൻറ്റ്, അവരുടെ റിജക്ഷൻസ് മാറിയിട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് കൊണ്ടുപോകാം. അല്ല അബാൻഡൻമെൻറ്റ് റിജക്ഷനും ഈഗോയും വെച്ചിട്ടാണ് അവർ പിന്നെയും നിങ്ങളത്തേക്ക് വരണമെങ്കിൽ യു ഷുഡ് മൂവ് ഓൺ. ഓക്കെ, കാരണം ആ ഒരു കാര്യം വെച്ചിട്ട് ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് അധികം നാൾ പോവില്ല. കാരണം ക്ലാഷസ് കൂടെ വരും. നമ്മൾ ട്രോമേൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ വരും, സർഫസിലൊക്കെ വരുമ്പോൾ അതിങ്ങനെ നമ്മുടെ ലൈഫിൽ പല കാര്യങ്ങളുമായിട്ട് വാക്ക് തർക്കങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഓക്കെ, യെസ്. സോ മെജീഷ്യ ഇപ്പോൾ നിങ്ങളോട് മാനിഫെസ്റ്റേഷൻ ചെയ്യാൻ പറയുന്നുണ്ട്, അവരും മാനിഫെസ്റ്റേഷൻ ചെയ്ത് നോക്കുന്നുണ്ട്. ആൻഡ് ദേ ഓൾസോ മിസ്സിങ് യു സോ മച്ച്, മിസ്സിങ് യു ബാഡ്ലി എന്നൊക്കെ പറയുന്ന വേർഡ്. കാരണം അവർ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്, പാസ്റ്റ് കാര്യങ്ങൾ ആലോചിക്കുകയാണ്. മേ ബി അവർക്ക് പാസ്റ്റ് ലൈഫിൻ്റെ ഒരു സ്വപ്നങ്ങളൊക്കെ കാണുന്നുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നതായിട്ട്, നിങ്ങൾക്കൊരു ഗിഫ്റ്റ് വാങ്ങിക്കൊണ്ട് കൊടുക്കണം, അല്ലെങ്കിൽ അവൾക്ക് ഇങ്ങനെ അങ്ങനെയൊക്കെ ഒരു സ്വപ്നം കാണുന്നുണ്ട്. പക്ഷെ 3Dയിൽ അവർക്ക് അത് പറ്റുന്നില്ല. കാരണം അവരുടെ ഉള്ളിലത്തെ ട്രോമ, ഇന്നർ ചൈൽഡ് ഇഷ്യൂ ആണ് മെയിനായിട്ട് കാണിക്കുന്നത്. സോ നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്തോളൂ. നിങ്ങളുടെ ഉള്ളിലും കാണുന്ന ആളുകളുടെ ഉള്ളിൽ കമ്മ്യൂണിക്കേഷൻസ് ഇല്ലാത്തവർ കമ്മ്യൂണിക്കേഷൻസ് പെട്ടെന്ന് വരുന്നുണ്ട്, മിസ് കോൾ ആയിട്ടോ അല്ലെങ്കിൽ മെസ്സേജ് ആയിട്ട് ഡിലീറ്റ് ചെയ്തപ്പോൾ അങ്ങനെയൊക്കെ വരുന്നുണ്ട്. ക്യൂൻ ഓഫ് പെൻഡക്കിൾസ് ആണ്. നിങ്ങളെ ഭയങ്കരമായിട്ട് അകലെ നിന്ന് അവർ ആസ്വദിക്കുന്നുണ്ട്, അട്രാക്ഷനൊക്കെ തോന്നുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഉള്ളിലും അബാൻഡൻമെൻറ്റ് റിജക്ഷൻ ഉണ്ടെങ്കിൽ മിറർ എക്സസൈസ് അല്ലെങ്കിൽ ഷാഡോ വർക്ക് വഴി നിങ്ങൾക്ക് ഇത് ഹീൽ ചെയ്യാൻ സാധിക്കും. അതിൻ്റെയൊക്കെ വീഡിയോസ് പ്ലേലിസ്റ്റിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഇതാണ് പൈൽ 1ൻ്റെ റീഡിങ്. ഓക്കെ, അപ്പോൾ ഫെദർ ചൂസ് ചെയ്തവർക്കുള്ള മെസ്സേജസ് ആണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ചിറ്റ്സും കൂടെ എടുക്കാം, അവർക്കുള്ള എന്തെങ്കിലും മെസ്സേജസ് ആണ്. ഇത് സൈക്കിക് ആയിട്ടുള്ള ടാരോ ഡെക്കിൻ്റെ മെസ്സേജസ് ആണ് കേട്ടോ. അത് ഞാനിങ്ങനെ കുഞ്ഞു ബിറ്റ്സ് ആക്കിയിട്ട് ഞാൻ വെച്ചതാണ്. കുറച്ചധികം ബിറ്റ്സ് വന്നിട്ടുണ്ട്, നോക്കാം. കാർമിക് ടൈം, അതാണ് അവർ ചലഞ്ചസ് എന്ന് കാണിച്ചത് കേട്ടോ. നെക്സ്റ്റ് കാർഡ് മെറ്റീരിയൽ പ്ലഷർ, അത് കണ്ടല്ലോ. കിങ് ഓഫ് പെൻഡക്കിൾസ്, പൈസയിൽ അവർ മതിമറക്കുന്നുണ്ട്.
അതിലാണ് അവർ സന്തോഷം തേടുന്നത്. നെക്സ്റ്റ് കാർഡ് പോസിറ്റീവ് മൂവ്മെന്റ് ഫോർവേഡ്. യെസ്, നിങ്ങളുടെ അടുത്തേക്ക് ഞാൻ പറഞ്ഞില്ലേ, ഫുൾ കാർഡ് കണ്ടു, ഏസ് ഓഫ് സോഡ്സ് കണ്ടു. നിങ്ങളുടെ അടുത്തേക്ക് ഒരു സന്തോഷമായിട്ടുള്ള പോസിറ്റീവായിട്ട് ഫോർവേഡ് ചെയ്ത് മൂവ് ചെയ്ത് വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഹാർട്ട് ഏക്ക് ആൻഡ് ലോസ്, അവർക്ക് നഷ്ടങ്ങൾ വരുന്നുണ്ട്, ഹൃദയത്തിൽ വേദന ഉണ്ട്. അതാണ് ഈ കാർഡ്സ് അല്ലേ സിമിലർ ആയിട്ട് വന്നത് കണ്ടോ. ഇതിലും 3 ഓഫ് സോഡ്സ് കണ്ടു എന്ന് വിചാരിക്കുന്നു. 10 ഓഫ് സോഡ്സും ഉണ്ട്. യെസ്, പെയിൻ, വേദന. ഓക്കെ, ഫുൾ സോഡാണ്. സോഡ് എന്ന് പറഞ്ഞ ചിന്തകളാണ് അവർ. നെക്സ്റ്റ് കാർഡ് നോക്കാം. ട്രാൻസ്ഫോർമേഷൻ, അവർക്ക് മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്, മാറ്റത്തിന് വിധേയനാവുന്നുണ്ട്. മുന്നേക്ക് റെസിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോൾ മാറാൻ തയ്യാറാണ്, കാരണം അവർക്ക് എവിടെയാണെങ്കിൽ പീസ് കിട്ടണം. ഓക്കെ, നെക്സ്റ്റ് കാർഡ് നോക്കാം. ഗ്രീൻ ഹാർട്ട് ചക്ര. യെസ്, ഹാർട്ട് ചക്ര നിങ്ങൾ വർക്ക് ചെയ്യുക കേട്ടോ. 42 ആണ് കാണിക്കുന്നത്. ഹാർട്ട് ചക്ര നന്നായിട്ട് ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കുക. ഹാർട്ട് ചക്ര ഓപ്പൺ ആവുന്നുണ്ട് അവരെ, ക്രാക്ക് ടു ഓപ്പൺ. ഇമോഷണൽ വിത്ഡ്രോവൽ, അവർക്ക് ഇമോഷണലി അവർക്ക് എക്സ്പ്രസ് ചെയ്യാൻ അറിയാത്ത ആളുകൾ, അതാണ് ഇമോഷണൽ വിത്ഡ്രോവൽ. അതാണ് ഈ അബാൻഡൻമെൻറ്റ് ഇഷ്യൂ, അതാണ് ഓടിപ്പോവാൻ ചിന്തിക്കാൻ. 8 കണ്ട, 8 സെയിം അല്ലേ വന്നത്, അതാണ് കറക്റ്റ് എനർജി റീഡിങ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇപ്പം നമുക്ക് ഇപ്പോൾ ഇതാണ് 11 minutes 22 seconds ആണ് നമ്മുടെ ഫസ്റ്റ് റീഡിങ്. ഞാനത് ഇടയ്ക്ക് മറന്നു പോവും, ഡിസ്ക്രിപ്ഷനിൽ അത് പോയിന്റ് ചെയ്തിടാൻ. ഇനി നെക്സ്റ്റ് പീകോക്ക് ചൂസ് ചെയ്തവരുടെ നോക്കാം എന്താണ് കാർഡ്സ് വരുന്നത് എന്ന്. കിങ് ഓഫ് കപ്സ്. ഞാൻ ഇവിടെ താഴെ എനിക്ക് ഷഫിൾ ചെയ്യാനുള്ള ഒരു സ്പേസ് ഇല്ല, പെട്ടെന്ന് ഫോണും തട്ടതാണ് ബാക്കിൽ നിന്ന് ഷഫിൾ ചെയ്യുന്നത് കേട്ടോ. ഒരു കാർഡ് നിൽക്കുന്ന സൺ കാർഡ് വന്നിട്ടുണ്ട്. കിങ് ഓഫ് കപ്സ് മീൻസ് വെരി മെച്ചുവേർഡ് ആയിട്ടും പ്രണയമുണ്ട് ആ കപ്പിൽ. നോക്കിയിരിക്കുകയാണ് എപ്പോൾ പോകണം, എങ്ങനെ എനിക്ക്. ഇവർ കൂടുതലും ഹൃദയത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളുകൾ, ലോജിക്കൽ അല്ല. യെസ്, എഗെയിൻ 6 ഓഫ് സോഡ്സ് വന്നിട്ടുണ്ട്. ഏസ് ഓഫ് സോഡ്സ്, സക്സസ് കാർഡ് വന്നിട്ടുണ്ട്. ബാലൻസ്. ഓക്കെ, 7 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. 6 6 7 ആണ് ഒരു കണ്ടിന്യൂഷൻ അല്ലേ. മായാലോകത്ത് നിൽക്കുന്ന പേഴ്സൺ ആണെന്ന് തോന്നുന്നു, കുറച്ച് മായയിൽ പെട്ടുപോയ ആളാണ് ഇവർ. ഈ മായ എഗെയിൻ മെജീഷ്യൻ കാർഡ്. ഈ മായ എന്ന് പറയുന്നത് തേർഡ് എനർജി ആയിരിക്കാം കേട്ടോ. അവർ പറയുന്നത് കേട്ടിട്ട് അതാണ് ശരി എന്നിട്ട് പോയവരായിരിക്കാം. ഹൈ പ്രീസ്റ്റസ് ഉണ്ട്. 6 ഓഫ് കപ്സ് എഗെയിൻ പാസ്റ്റ് ലൈഫ് കണക്ഷൻ കാണിക്കുന്നുണ്ട്. കിങ് ഓഫ് സോഡ്സ്, മാനിപ്പുലേഷൻ, അല്ലെങ്കിൽ അവർ പറയുന്നതാണ് ശരി, അങ്ങനത്തെ ഒരു ഏസ് ഓഫ് കപ്സും സ്റ്റാറും. ഓക്കെ, ഈ ഒരു കാർഡ് പറയുന്നവർക്ക് സെക്കൻഡ് പൈൽ ചൂസ് ചെയ്തവർക്ക് അവേക്കണിങ് ആണ് നടക്കുന്നത്. അപ്പോൾ അവരുടെ മാനിപ്പുലേഷൻ, അവർ നിങ്ങൾ ഭരിക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം, ഒരു എയർ സൈൻസ് ആയിരിക്കാം കാണുന്നുണ്ടായിരിക്കാം. ബാലൻസ് ഇല്ലാത്തൊരവസ്ഥ, എല്ലായിടത്തും അവർ വിജയിക്കണം, എല്ലാവരും അവർ നല്ലത് പറയണം, അതിനു വേണ്ടി ജീവിച്ച് അങ്ങനെ പേരെടുക്കുന്ന ആളുകളാണ്. അതിന് അവർ കുറേ സഹിക്കും, പക്ഷെ എല്ലാവരും മുമ്പിലും നല്ല പേര്, ഞാൻ ഇങ്ങനെയാണെന്ന് ആൾക്കാർ പറയും. ബിക്കോസ് ദർ ഈഗോ മാനിപ്പുലേഷനാണ് കാണിക്കുന്നത്. ആൻഡ് മായ ലോകത്ത് 7 ഓഫ് കപ്സിന് ഒരുപാട് മായ ലോകത്ത് നിൽക്കുന്ന പേഴ്സണാണ്. മായ മീൻസ് ഇല്യൂഷനാണ് അവരുടെ ലോകം. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നത് എല്ലാം കറക്റ്റായിട്ടൊക്കെ ചിന്തിക്കുന്ന ആൾക്കാർ. സോഷ്യൽ മീഡിയയിൽ കാണുന്ന മിക്ക കാര്യങ്ങളും ഫേക്കാണ്, മനസ്സിലായോ? വീഡിയോന് മുമ്പിൽ എല്ലാവരും ഹാപ്പി മൊമെൻറ്റ്സും ഹാപ്പി ഫേസസേ കാണിക്കും, ആരും അവരുടെ സിറ്റുവേഷൻസ് കാണിക്കില്ല അല്ലേ. അപ്പം സോഷ്യൽ മീഡിയ കണ്ടടിച്ച് വിശ്വസിക്കേണ്ട. ഓക്കെ, സോഷ്യൽ മീഡിയ അങ്ങനെ കറക്റ്റായിട്ട് വരുവാണെങ്കിൽ ഡിവോഴ്സസ് ഒന്നും വരില്ലല്ലോ, സെലിബ്രിറ്റീസൊക്കെ. ഓക്കെ, സോ സക്സസ് കാണിക്കുന്നു. ഹൈ പ്രീസ്റ്റസ്, അവരുടെ ഫെമിനിൻ സൈഡ് കുറച്ച് ഉണർന്ന് വരുന്നുണ്ട്. സ്റ്റക്ഡ് എനർജി കാണിക്കുന്നുണ്ട്. കിങ് ഓഫ് കപ്സ് ആണ്. ഒരുപാട് പ്രണയവും കാര്യങ്ങളൊക്കെ ഉണ്ട്. മേ ബി ഒരു മുന്നിയും ബ്രേക്കപ്പ് ഒക്കെ ആയിട്ട് ആളൊക്കെ ആയിരിക്കാം. ഭയങ്കര മെച്ചുവേർഡ് ആയിട്ടുണ്ട്. ഒരു കാര്യം എടുക്കാനൊക്കെ തീരുമാനം എടുക്കാനുള്ള പ്രാപ്തിയൊക്കെ എത്തിയിട്ടുണ്ട്. മെജീഷ്യൻ കാർഡും കാണിക്കുന്നുണ്ട്. എല്ലാ പവറുള്ള ഒരു പേഴ്സണാണ്. ആൻഡ് അവർക്കൊരു അവേക്കണിങ് നടക്കുന്നുണ്ട്. എവിടേക്കോ ചില സമയത്ത് അവർക്ക് ബാലൻസ് ഇല്ലാത്തൊരവസ്ഥ അവർക്ക് തന്നെ തോന്നുന്നുണ്ട്. ഞാൻ മറ്റുള്ളവരെ ട്രീറ്റ് ചെയ്യുന്നത് ശരിയല്ല, അപ്പം ഞാൻ അതിൽ തിരുത്തൽ കൊണ്ടുവരണം. അപ്പോൾ സ്വയമായിട്ട് അവർ മാറാൻ ശ്രമിക്കുന്നു. ഇതിലും ഏസ് ഓഫ് സോഡ്സ് ഉണ്ട്. ഹാങ്ഡ് മാൻ ഉണ്ട്. ചില സമയത്ത് അവരുടെ ലൈഫ് സ്റ്റക്ക് ആക്കുന്നുണ്ട്. ഒരു പുക വലയം പോലെ നിൽക്കുകയാണ്. എന്താ ക്ലാരിറ്റി കിട്ടുന്നില്ല. ബിക്കോസ് അവരുടെ ക്രൗൺ ചക്ര ഓപ്പൺ ആവുകയാണ്. എവേക്കണിങ് നടക്കുന്ന ഒരു പേഴ്സണെയാണ്, അല്ലെങ്കിൽ ഒരു ആരാണ് കാണുന്നത് അവർക്കാണ് ഇത് ഈ ഒരു കാർഡ് പറയുന്നത്. മേ ബി ഒരു സ്പിരിച്വൽ കണക്ഷനിലൂടെ പോകുന്നതായിരിക്കാം. പ്രോപ്പർ 7 ചക്ര മെഡിറ്റേഷൻസ് ചെയ്യാൻ നിങ്ങൾക്ക്. ഞാൻ ഈ കാർഡ് അധികം വെക്കുന്നില്ല, കാരണം ഇതൊരു നേക്കഡ് ആയതുകൊണ്ട് ചില സമയത്ത് യൂട്യൂബ് അതിൻ്റെ പോളിസിക്ക് എഗെയിൻസ്റ്റാന്ന് പറഞ്ഞിട്ട്, അതുകൊണ്ട് ഞാൻ അതെടുക്കുന്നില്ല, അങ്ങോട്ട് നീക്കി വെക്കുന്നില്ല. സ്റ്റാർ മുകളിൽ ഏസ് ഓഫ് കപ്സ്. അപ്പോൾ ഏസ് ഓഫ് കപ്സ് എന്ന് പറയുന്നത് എന്താണ്?
റിലേഷൻഷിപ്പിൽ നല്ല രീതിയിലുള്ള ചേഞ്ചസ്, അല്ലെങ്കിൽ പുതിയൊരു തുടക്കം വരുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് മേ ബി പുതിയ പേഴ്സൻ്റെ എൻട്രി വരാം. ഒരു ന്യൂ പേഴ്സൻ്റെ എൻട്രി ഇതിൽ കാണിക്കുന്നുണ്ട്. അത് പാസ്റ്റ് ലൈഫിൽ നിന്ന് പറഞ്ഞാൽ സോൾമേറ്റ്സ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. ഈ ഒരു പേഴ്സൺ കുറച്ച് മായാലോകത്താണ്. അവർ എവേക്കണിങ് ആയിക്കൊണ്ട് നടക്കുക. അവർക്ക് സമയം പിടിക്കും അതുമായിട്ട് വരാൻ. കാരണം ബാലൻസ് ഒക്കെ ചെയ്ത് സൺ കാർഡ് പിന്നെയും വന്നിട്ടുണ്ടല്ലേ. യെസ്, മേ ബി ഇത് ഒരു എക്സ്ട്രാ മെറ്റൽ അഫെയർ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ കാണുന്ന ആൾക്കാർ മാരീഡ് ആയിരിക്കാം, നിങ്ങളുടെ പേഴ്സൺ മാരീഡ് ആയിരിക്കാം. പക്ഷെ എന്നിട്ടും നിങ്ങൾ തമ്മിലൊരു കണ്ടുമുട്ടിയ സിറ്റുവേഷൻസ് ആയിരിക്കാം. ശ്രദ്ധിക്കുക. എക്സ്ട്രാ മെറിറ്റൽ ആണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. അല്ലാതെ സ്പിരിച്വൽ കണക്ഷൻസ് ആണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് ഓടിപ്പോകാൻ സാധിക്കില്ല. എക്സ്ട്രാ മെറിറ്റൽ വരുന്നത് എന്തൊക്കെയോ ഒരു കുറവ് കൊണ്ടാണ് അല്ലേ. സ്പിരിച്വൽ കണക്ഷൻസ് വരുന്നത് നിങ്ങളുടെ ആത്മാവിൻ്റെ പാതിയോ അങ്ങനെയൊക്കെ ആയിരിക്കാം. അപ്പോൾ അവരായിരിക്കും നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ നിങ്ങളുടെ മായാലോകവും നിങ്ങൾക്ക് ക്ലാരിറ്റി ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. നിങ്ങളെയും ക്ലാരിറ്റി കൊണ്ടുവരുന്നുണ്ട്. നിങ്ങൾ ചിന്തിക്കുക, എന്തിനാണ് ഞാനിപ്പോൾ ഒരു കണക്ഷൻ ഉണ്ട്, പിന്നെ വേറെ കണക്ഷനിൽ പോയി വിടാനുള്ള ചാൻസസ് എന്താ? അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത് നിങ്ങൾ പാസ്റ്റ് ലൈഫ് കണക്ഷൻസ് ആയിരിക്കും. പാസ്റ്റ് ലൈഫിനും കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഈ റിലേഷനിൽ നിൽക്കണോ പോകണോ ചോദിക്കുകയാണെങ്കിൽ അവർ അവേക്കനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കും ആ അവേക്കനിങ് വരുന്നുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങളെന്ത് ചെയ്യുക? നിങ്ങളുടെ ലൈഫിൽ എങ്ങനെയൊക്കെ നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമോ അതിലേക്ക് പോവുക. ഞാൻ പറയാറില്ല ഒരാളെ വെയിറ്റ് ചെയ്തിരിക്കണമെന്ന്. കാരണം അതിന് നമ്മളുടെ ടൈമാണ് പോകുന്നത്. നമ്മൾ നമ്മുടെ കാര്യങ്ങളായിട്ട് മൂവ് ഓൺ ആവുക. നമ്മുടെ ലൈഫിലേക്ക് ഡെസ്റ്റിനി ആയിട്ടൊരു പേഴ്സൺ വരാനുള്ളതാണെങ്കിൽ അവിടെ ഒരാൾക്ക് അതിനെ മാറ്റിക്കൊണ്ടുപോകാൻ പറ്റില്ല. ഡെസ്റ്റിനിയിലുള്ള ഒരു കാര്യങ്ങളും ഒരാൾക്കും തിരുത്താൻ സാധിക്കില്ല, കട്ടുകൊണ്ടുപോകാൻ സാധിക്കില്ല. എത്ര നെഗറ്റീവ് എനർജി സെൻഡ് ചെയ്താലും ആ വരാനുള്ള പേഴ്സൺ വന്നിരിക്കാൻ അത് യൂണിവേഴ്സിൻ്റെ കൂടെ പ്ലാൻ ആയിട്ടാണ് നമ്മൾ വെച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ അതിന് നിങ്ങൾ പേടിക്കേണ്ട. ഇതിൽ അവേക്കനിങ് ആണ് നടക്കുന്നത്, നിങ്ങൾക്കും അവേക്കനിങ് നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ അതിലേക്ക് ഫോക്കസ് ചെയ്യാനാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് തോന്നുന്നു ഫസ്റ്റ് കാർഡിൻ്റെ ഏതാണ്ട് സിമിലാരിറ്റി പോലെ വരുന്നുണ്ട്. പക്ഷേ ഈ ഒരു കാർഡിൽ കിങ് ഓഫ് സോൺസ് ആണ്. കുറച്ചും കൂടി ലോജിക്കലായിട്ടും അല്ലെങ്കിൽ കുറച്ച് ഫ്രീഡം തരാത്തൊരു പേഴ്സണായിട്ട് കാണുന്നുണ്ട്. അവർ പറയുന്നത് തന്നെ ശരി എന്നൊരു, കാരണം ഇമോഷണലി അവർക്ക് അറ്റാച്ച്മെൻറ്റ് ഇല്ലാത്ത ആളുകളാണ്. മേ ബി ഇവർ മെയിലൊക്കെ ആണെങ്കിൽ സിസ്റ്റേഴ്സ് ഒന്നും ഇല്ലാതെ വളർന്നു വന്ന മെയിൽസ് ആയിരിക്കും. അപ്പോൾ അവർക്ക് സ്ത്രീകളുടെ എനർജി, സ്ത്രീകളുടെ വിഷമം അങ്ങനെയൊന്നും അറിയാത്ത, കുറച്ച് റൂഡായിട്ടും സ്ത്രീകളോട് ഒരുപാട് ഫ്ലേർട്ട് ചെയ്യുന്നവർക്ക് കൂടുതലും ഞാൻ കണ്ടിട്ടുള്ളത് ഇങ്ങനെ ബ്രദേഴ്സ് മാത്രമുള്ളവർ. അവർക്ക് ഒരു അനിയത്തിയോ അല്ലെങ്കിൽ ചേച്ചിയോ ഒക്കെ ഉണ്ടാകുമ്പോൾ അവർക്കൊന്നുകൂടി അവരുടെ ഫീലിങ്സും അവരുടെ ഒരു ഇതൊക്കെ മനസ്സിലാവും. അതില്ലാത്തവർക്ക് കുറച്ച് ഇങ്ങനത്തെ ഒരു എനർജി വരും. മാനിപ്പുലേഷൻ, ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് ഇല്ലാത്തൊരവസ്ഥയൊക്കെ വരുന്നത് കാണുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഷീറ്റ്സ് നോക്കി നോക്കാം. ഓ മൈ ഗോഡ്, കുറേ വന്നിട്ടുണ്ട്. ഞാൻ അത്ര എടുക്കുന്നില്ല കേട്ടോ. ഓക്കെ, അബാൻഡൻമെൻറ്റ് ആൻഡ് റിജക്ഷൻ. ഇതിലും അത് തന്നെയാണ് പറയുന്നത്. അബാൻഡൻമെൻറ്റ് ആൻഡ് റിജക്ഷൻ ആണ്. ഒരുപാട് റിജക്ഷൻ കിട്ടിയ ആൾക്കാർ. അപ്പോൾ അവരിത് പെട്ടെന്ന് നിങ്ങളൊന്നും പറഞ്ഞത് വിശ്വസിക്കില്ല. കാരണം അവരതിൽ ഒരുപാട് ഡൗട്ട് അടിക്കും. മൂവ്മെൻറ്റ്, ചോയ്സസ്, ഡിസിഷൻസ്. അവർ ചോയ്സസ് വേണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കാൻ തുടങ്ങുന്ന സിറ്റുവേഷൻസാണ്. തീരുമാനിച്ചിട്ടൊന്നുമില്ല, തീരുമാനിക്കാൻ പോകുന്നു. ആക്സിലറേറ്റഡ് മോഷൻ. ഇനിയിപ്പോൾ ഇവർ കുറേ സൈലൻ്റ് ആയിട്ടൊക്കെ ഇരിക്കുകയാണ്, സൈലൻറ്റ് ജേണിയൊക്കെ ആണെങ്കിൽ പെട്ടെന്നായിരിക്കും ഒരു മൂവ്മെൻറ്റ് വരും. ഷടപടയെന്നൊരു മൂവ്മെൻറ്റ് കാണാം. പെട്ടെന്ന് കോൾ വരുന്നു, കാണണം എന്നൊക്കെ പറയാം, നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത ടൈമിൽ. യെസ്, പവർ. അവർ ആ പവറിൽ അതോറിറ്റിയിൽ ഇരിക്കും. കുറച്ച് ജോലിയും നല്ലൊരു പൊസിഷനിലൊക്കെ ആയിരിക്കും. ആ പൊസിഷൻ്റെ തല വെച്ചിരിക്കുകയാണ് കേട്ടോ. നെക്സ്റ്റ് കാർഡ്, മിസ്സിങ് യു എ ലോട്ട്. ഒരുപാട് നിങ്ങളെ മിസ് ചെയ്യുന്നൊക്കെ ഉണ്ട്. പക്ഷെ അത് വന്ന് പറയുമോ അങ്ങനെയൊന്നും കാണിക്കുകയൊന്നുമില്ല. കാരണം അത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഈഗോ കൊണ്ട് പൊട്ടില്ല, അല്ലെങ്കിൽ അവരെ കാണുന്നത് ഒന്ന് കുറഞ്ഞു പോകും. ചിലവരങ്ങനെ ഉണ്ട്. നമ്മളുടെ ഒരു ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാൻ മടിയാണ്. കാരണം അത് പറയുമ്പോൾ അവർ ചിന്തിക്കുന്നത് അങ്ങനെ പറയുമ്പോൾ അവരുടെ മുമ്പിൽ ഞാൻ വിലയില്ലാതെ ആവുമെന്നാണ്. അതൊക്കെ വളരെ തെറ്റാണ്. നമുക്കുള്ളൊരു ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യുന്നതുകൊണ്ട് ഒരു തെറ്റുമില്ല. കാരണം അത് അറിയണമല്ലോ, ആ ഒരു പേഴ്സണിന് വേണ്ടിയിട്ടല്ലേ. അപ്പം അങ്ങനത്തെ ഒരു പേഴ്സണെയാണ് കാണുന്നത്, കണ്ടോ. സോ ബാലൻസ്, ഔട്ട് ഓഫ് ബാലൻസ് ആണ്. ബാലൻസിലേക്ക് വരണം. അപ്പോൾ നമ്മളതിൽ ബാലൻസ് ചെയ്യുക, 7 ചക്ര മെഡിറ്റേഷൻസ് ചെയ്യാം, നല്ല രീതിയിൽ ഹീലിങ്സ് ഒക്കെ കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ക്ലാരിറ്റി കിട്ടും. അപ്പോൾ ഈ ഒരു പേഴ്സണിന് വേണ്ടി വെയിറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ ഹാങ്ഡ് മാനൊക്കെയാണ്. അവർക്ക് ഇപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ട, നിങ്ങൾ മൂവ് ഓൺ ആവുക. കാരണം അവരിതൊക്കെ കഴിഞ്ഞ് വരും. അപ്പോൾ നമുക്ക് നോക്കാം. അങ്ങനെയാണ് ഈ ഒരു കാർഡ്സ് പറയുന്നത് കേട്ടോ. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്. നിങ്ങൾക്ക് എന്തെങ്കിലും പേഴ്സണൽ റീഡിങ്സോ ഹീലിങ്സോ കാശോ റെക്കോർഡ്സ് റീഡ് ചെയ്യാനോ ഹീൽ ചെയ്യാനോ കോഡ് കട്ടിങ്സ് ഒക്കെ വേണമെങ്കിൽ, അതുപോലെ ക്രിസ്റ്റൽസ് ബൈ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കോൺടാക്റ്റ് ചെയ്യാം. കോൾസ് ചെയ്യരുത്. അതുപോലെ ഇതിൽ മെഡിറ്റേഷൻസ്, ഇന്നർ വർക്ക് സീരീസ് വേണമെങ്കിൽ ഇന്നർ വർക്ക് സീരീസ് കൊടുക്കുന്നുണ്ട്. കുറേ ബിഗിനേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ അവരിങ്ങനെ ഡൗട്ടാണ്. അപ്പോൾ ഇന്നർ വർക്കിൻ്റെ സീരീസ് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ പെയ്ഡാണ്, അത് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർ ചെയ്തോളും. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മാറ്റങ്ങൾ വന്നു തുടങ്ങിക്കോളും. ഓക്കെ,
പിന്നെ ടാരോ കോഴ്സ് നടക്കുന്നുണ്ട്, ഇന്നും ക്ലാസ്സസ് ഉണ്ട്. സോ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. അതും പെയ്ഡ് സെഷൻസ് ആണ് കേട്ടോ. സോ താങ്ക് യു.